ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു അടിപൊളി ടേസ്റ്റുള്ളൊരു കേക്കാണ് നമ്മൾ കാണിക്കുന്നത്. സ്പാനിഷ് ഡിലൈറ്റ്. അതൊരു 1/2 kg വെയിറ്റ് വരുന്ന ടോൾ കേക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത്. തീം വർക്കാണിത്. നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണിത്. നമ്മൾ ഐസ്ക്രീം കഴിക്കുന്നതിനേലും സ്പാനിഷ് ഡിലൈറ്റിൻ്റെ ഐസ്ക്രീം കഴിക്കുന്നതിനേലും നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ കേക്ക് കഴിക്കാനായിട്ട്. അതിനുവേണ്ടി ഫസ്റ്റ് നമ്മളൊരു കോഫി സിറപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ബ്രൂവിൻ്റെ ചെറിയൊരു സാഷെ പാക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്തുനിന്ന് ഒരു 1/4 ടീസ്പൂൺ പൗഡർ എടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് മിക്സാക്കി വെക്കുക. അത് നമ്മൾ സിറപ്പിലും പിന്നെ അത് ക്രീമിലൊക്കെ ഒന്ന് മിക്സ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ അത്രയും ആവശ്യമുള്ള, ഒരുപാട് നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ തന്നെ ആ സിറപ്പൊന്ന് ഒഴിക്കുക. ക്രീമിലും പിന്നെ 1/4 ടീസ്പൂൺ സിറപ്പിൽ ഒഴിച്ചാൽ മാത്രം മതി. പിന്നെ നമ്മളിത് വെറ്റ് ചെയ്യുന്നത് മുഴുവനും ഗുഡ് ലൈഫിൻ്റെ ആ ഒരു മിൽക്കിലും പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ അതിനകത്ത് കുറച്ച് ബൂസ്റ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളുടെ വെറ്റ് ചെയ്യാനുള്ള സിറപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടി മിക്സായി വരുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മുടെ ഈ ക്രീമിൽ വരുന്ന ഇതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ ബൂസ്റ്റ്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാരമൽ സോസ് ഇതിനകത്തേക്ക് ഇടുന്നുണ്ട്. കാരമൽ സോസ് നമ്മൾ ബട്ടർ സ്കോച്ചിന് ലെയറിൽ കൊടുക്കുന്ന അതേ കാരമൽ സോസ് തന്നെയാണ് ഇതിനകത്ത് ഇടുന്നത്. ഇതിന് മുൻപ് ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ കാരമൽ സോസ് കഴിഞ്ഞ് അതിനകത്തേക്ക് കുറച്ച് കോഫി സിറപ്പ്, ഇത്രയും ചേർത്ത് മിക്സ് ചെയ്ത് ആ ഒരു ക്രീം കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എന്നിട്ട് ഇതുപോലെ സിറപ്പും ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം നല്ല ടേസ്റ്റാണ് ഇത് കേക്ക് കഴിക്കാനായിട്ട്. അതിൻ്റെ ലെയറിലാണെങ്കിലും അതേപോലെ വരുന്ന ക്രീം, പിന്നെ ലെയറിൽ കൊടുക്കുമ്പോൾ പ്രളയൻ, ഇതെല്ലാം നമ്മളിതിനകത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റ് കഴിക്കാനായിട്ട്. എന്നിട്ടിത് നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മളുടെ മിക്സാക്കി വെച്ചിരിക്കുന്ന ആ ക്രീം അതിലേക്ക് ലെയറിൽ കൊടുക്കുക. ഇതിപ്പോൾ ഒരു 5 ലെയറായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സൈഡ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, എങ്കിലും അത്രയും ടോളായിട്ട് കിട്ടുള്ളൂ. ഇത് 1/2 kg ആയതുകൊണ്ട് തന്നെ കൂടുതൽ പരന്നിരിക്കാത്ത രീതിയിൽ ടോളായിട്ട് കിട്ടാൻ 5 ലെയർ എടുത്തിട്ടുണ്ട്. ആ ഒരു സ്പോഞ്ച് തന്നെ നമ്മൾ 4 ലെയറായിട്ട് കട്ട് ചെയ്ത് പിന്നെ ആ നടുഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കുമ്പോൾ സൈഡൊക്കെ അതൊരു ലെയറായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 5 ലെയറായിട്ട് നല്ല അത്യാവശ്യം കട്ടിയുള്ള ലെയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയായിരുന്നു ടോൾ കേക്കിന്. പിന്നെ അത് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് നമ്മൾ ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ആടിക്കൊണ്ടിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഇത് നമ്മൾ ലെയറിൽ പ്രളയൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബട്ടർ സ്കോച്ചിന് ചെയ്യുന്ന അതേ ഒരു പ്രളയൻ തന്നെ ചെയ്തെടുക്കുക. നമ്മുടെ കയ്യിലുള്ള നട്ട്സൊക്കെ ഇടുക. അതിനുശേഷം കാരമൽ സോസ്, അതിനുശേഷം ബൂസ്റ്റ് എല്ലാ ഭാഗത്തും ഒരേപോലെ സ്പ്രെഡായി ഇടുന്ന രീതിയിൽ വേണം നമുക്ക് ഇടാനായിട്ട്. ഒരു ഭാഗത്ത് മാത്രം കട്ട കൂടി ഇരിക്കാതെ എല്ലാ ഭാഗത്തും ഒരേപോലെ സിറപ്പും പിന്നെ ആ ഒരു സോസ്, ബൂസ്റ്റ്, പ്രളയനത്തെല്ലാം അതിൻ്റെ ലെയറിൽ വന്നിട്ട് പിന്നെ അതേപോലെ തന്നെ വീണ്ടും ലെയർ വെക്കുക. ഞാനിത് സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ വെച്ചിട്ട് സിറപ്പ് ഒഴിച്ചിട്ടാണ് ഞാനിത് ലെയറിൽ വയ്ക്കുന്നത്. കാരണം അപ്പോൾ എന്തുമാത്രം നമ്മൾ ഒഴിക്കുന്ന ആ ഒരു അളവ് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലീക്കാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ടോൾ കേക്ക് ചെയ്യുമ്പോൾ സൈഡൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കണം, നല്ല വൃത്തിയായിട്ട് നമ്മൾ ഫൈനൽ കോട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ ആ ഒരു ടോൾ കേക്കിന് ഭംഗി ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് ഇങ്ങനെ തീം വർക്കൊക്കെ ആകുമ്പോൾ നോസിൽ വർക്കൊന്നും വരുന്നില്ലല്ലോ അതിനകത്ത്. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഫിനിഷിങ് ചെയ്തിട്ട് വേണം വയ്ക്കാനായിട്ട്. ഇതുപോലെ തന്നെ സെക്കൻഡും ഫോർത്തും ആ 5th ലെയർ ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഫൈനൽ കോട്ട് കൊടുക്കുന്നത് ഒരു കളറിലാണ്, കളർ തീമുണ്ട്. ഇത് ക്രം കോട്ട് ചെയ്തിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടാണ്. പിന്നെ ഇത് ഒരു 5 മണിക്കൂറോളം നമ്മൾ ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ ഫൈനൽ കോട്ട് കൊടുത്തത്. കാരണം ഇതിൻ്റെ കളറ് ഒന്ന് മിക്സ് ആകാതിരിക്കാൻ, കാരണം ചോക്ലേറ്റിൻ്റെ ആ ഒരു ക്രംസ് അങ്ങനെ എന്തെങ്കിലും ഒന്നും പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടാണ് നമ്മളിതൊരു ലൈറ്റ് ബ്ലൂ കളറിൽ ആണ് ക്രീം എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ ഒരു അതിൻ്റെ ക്രംസൊന്നും ഇല്ലാതെ അതിൻ്റെ കളറ് വ്യത്യാസം ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് അതിന് ശേഷം ഒരു 5 മണിക്കൂറിന് ശേഷം പിന്നെ ഫൈനൽ കോട്ട് എടുക്കാനായിട്ട് ഇതുപോലെ ലൈറ്റ് കളറാണ് തീം വർക്ക് തന്നിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഫൈനൽ കോട്ട് കൊടുക്കുക. ചാനൽ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ.
എന്നിട്ട് നല്ല ഫിനിഷിങ്ങിൽ നമ്മൾ ഫൈനൽ കോട്ട് കൊടുക്കണം. കുറച്ച് സമയമെടുത്ത് തന്നെ ചെയ്യണം, കാരണം നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു കളറ് കാണാൻ സാധിക്കും. അപ്പോൾ അതൊന്നും ഇല്ലാത്ത രീതിയിൽ ഫുള്ളായിട്ട് വീണ്ടും വീണ്ടും ക്രീം ചെയ്ത് നന്നായിട്ട് ഫൈനൽ കോട്ട് ഇതുപോലെ കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ ഫോണ്ടൻ്റ് വർക്കും ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എന്നിട്ട് നമ്മളതിൻ്റെ മുകളിൽ ആ ഫോണ്ടൻ്റ് വർക്ക് ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫോണ്ടൻ്റ് വർക്കാണ്, അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.